അത് 300 രൂപയ്ക്ക് മൊത്തം പണി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അളവെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് മൊത്തം 22,000 രൂപയായി. അതുകൊണ്ട് 22,000 രൂപ തരണമെന്ന് പറഞ്ഞു. ഹലോ വൺ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2 ദിവസം മുന്നെയാണ് നമ്മളൊരു വലിയ തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചത്. അത് ബാംഗ്ലൂരിലെ മലയാളി ദമ്പതികൾ നടത്തിയിരുന്ന A&A ചിറ്റ് ഫണ്ട്സ്, ചിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അത് ഇവിടെയുള്ള പള്ളികൾ വഴി, കമ്മ്യൂണിറ്റികൾ വഴി, അസോസിയേഷനുകൾ വഴി ബിസിനസ് ഉണ്ടാക്കുകയും കോടിക്കണക്കിന് രൂപ, ഏകദേശം 1300ഓളം പേരെ പറ്റിച്ചുകൊണ്ട് കടന്നുപോയ ഒരു സംഭവം. ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അവർ കാനഡയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ്. കാരണം അവരൊരു മകൻ കാനഡയിലുണ്ട്, പിന്നെ ഒരു മകൻ ഗോവയിൽ, ഒരു മകള് ബാംഗ്ലൂർ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ പൈസ മുടക്കിയ ആളുകൾ ഉള്ളതൊക്കെ പോയി. ഏജന്റായി പ്രവർത്തിച്ച ആളുകൾ, അവർക്കും വേറൊന്നും ചെയ്യാനില്ല. കാരണം പണം മുഴുവനും കൊടുത്തു തീർക്കേണ്ടത് ഈ സ്ഥാപനമാണ്. റീസെന്റ് ആയിട്ട് ഇതുപോലുള്ള തട്ടിപ്പുകളിലൊക്കെ പെട്ടെന്ന് ചെന്നപ്പെടാൻ, റീസെന്റ് ആയിട്ടൊന്നല്ല, പണ്ട് തുടങ്ങിയത് ചെന്നപ്പെടുന്നുണ്ട്. ഹൗസ് ലോട്ടറി ആയാലും ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ പുറത്തിറക്കുന്ന കളറ് കുത്തിക്കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണെങ്കിലും എങ്ങനെയെങ്കിലും പോയി കുറച്ച് കാശ് ഉണ്ടാക്കിയാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പലരും ചെന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പറ്റിക്കപ്പെടുന്ന ഒരു സംഭവം ാണ് ഇന്നത്തെ വിഷയം. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ വാദിക്കലോ അല്ലെങ്കിൽ കോലയിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി വന്നിട്ട് കർട്ടൻ ഇട്ട് തരണോ, പൊടിയൊക്കെ അടിക്കുകയല്ലേ, വണ്ടിയൊക്കെ പോകുമ്പോൾ പൊടി അടിക്കണം, അതുകൊണ്ട് നമുക്ക് ബ്ലൈൻഡ്സ് ഇടാം, കുറഞ്ഞ ചിലവ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി വന്ന് സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും രീതിയിൽ ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിൽ ഈ കയറി വരുന്ന ആളുകൾ നമ്മൾ സാധാരണ ഇതിൽ എൻ്റർടൈൻ ചെയ്യാറില്ല. ഞാൻ സാധാരണ ഇതിൽ ഡോർ ടു ഡോർ സെയിൽസ് എൻ്റർടൈൻ ചെയ്യാറില്ല. ഒന്ന്, നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കില്ല. പിന്നെ ഇവരെ സഹായിക്കാമെന്ന് നമ്മളൊന്ന് മേടിച്ചു വെച്ചാലും അത് പിന്നീട് പൊടി തട്ടി വെക്കാനും, അല്ലെങ്കിൽ അവസാനം വർഷാവസാനം വെക്കുമ്പോൾ വീട് ക്ലീൻ ചെയ്യുമല്ലോ, മൊത്തത്തിലൊരു ക്ലീനിങ് നടത്തുമ്പോൾ കുപ്പയിൽ കൊണ്ടേ കളയാനും മാത്രം ഇത്തരം സാധനങ്ങൾ ഉപകരിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഈ കർട്ടനായിട്ട് വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒഴിവാക്കി വിടുകയാണ് പതിവ്. പക്ഷേ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പ്രായമായ ആളുകളാണ്. പ്രത്യേകിച്ച് മക്കൾ നാട്ടിലില്ലാത്ത NRIs ആയിട്ടുള്ള, ഇപ്പോൾ UK-യിലോ കാനഡയിലോ US-ലോ ഗൾഫ് രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ ജോലി നോക്കുന്ന മക്കളുണ്ടല്ലോ, അവരുടെ പ്രായമായ അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ ഉണ്ടാകും. ഈ ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് നടത്തുന്ന കർട്ടൻ തട്ടിപ്പ്, അതിനെക്കുറിച്ചൊരു വാർത്ത മറുനാടൻ മലയാളിയിൽ വന്നു. ആ വാർത്തയാണ് റിയാക്ഷൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രായമായ വ്യക്തികളെയാണ് ഇത്തരത്തിൽ തട്ടിക്കാൻ അവർ ശ്രമിച്ചത്. ഭാഗ്യത്തിന് അവർ തലയൂരി രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര പേര് ഇതിൽ പെട്ടു എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾക്കറിയില്ല. എന്തായാലും ഇവരുടെ അനുഭവം കണ്ടു നോക്കാം. 300 രൂപയ്ക്ക് മൊത്തം പണി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പണിയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തവരെ. അന്നേരം അവർ പറഞ്ഞാൽ എല്ലാം അളന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് അളക്കുന്നത്? ചുമ്മാ അളവ് അറിയണ്ടേ, അറിയാൻ വേണ്ടിയിട്ടാണ് അളക്കുന്നതെന്ന് പറഞ്ഞു. ഈ ചെറിയ ചൂണ്ടിട്ട് വലിയ മീനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-45 ലക്ഷം രൂപ 60 ലക്ഷം രൂപ വീട് കിട്ടും എന്ന് പറയുമ്പോൾ ഹൗസ് ലോട്ടറി എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിലെ ലോട്ടറിയും പിടിച്ചു നിൽക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്ന് പണക്കാരനാകാമെന്നുള്ള നമ്മളുടെ ആഗ്രഹത്തെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യം എങ്ങനെ ചെയ്യാമെന്നുള്ള നമ്മളുടെ ഒരു സ്വാഭാവികമായ ആഗ്രഹത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഇത്തരക്കാർ തട്ടിപ്പ് നടത്തുന്നത്. ഇപ്പം ഇവിടെ സംഭവിച്ചത് 300 രൂപയ്ക്ക് കർട്ടൻ ഇട്ട് തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത്, ഞാൻ പറയുന്ന എല്ലാവരുടെയും കാര്യമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് 300 രൂപയ്ക്ക് ഒരു അത്യാവശ്യം വീട്ടിലൊരു കർട്ടൻ ഇട്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. പക്ഷേ ഈ 300 രൂപയ്ക്ക് കർട്ടൻ ഇട്ട് തുടങ്ങി ഇവർ അളക്കാൻ തുടങ്ങുന്നിടത്താണ് ചതിയിരിക്കുന്നത്. അളവെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് മൊത്തം 22,000 രൂപയായി. അതുകൊണ്ട് 22,000 രൂപ തരണമെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, 300 രൂപയ്ക്ക് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയല്ല, അത് സ്ക്വയർ ഫീറ്റിന് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അന്നും പറഞ്ഞ് അവരെ മൊത്തം അളന്നിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 22,000 രൂപയുടെ അളവുണ്ടെന്ന് പറഞ്ഞു. അപ്പം 300 രൂപ പറഞ്ഞു തുടങ്ങിയ സാധനമാണ് 28,000 രൂപ കുത്തിപ്പിടിച്ച് മേടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത്. അവർ കേട്ടപ്പോൾ ആരായാലും വിചാരിക്കും 300 രൂപയ്ക്ക് ബ്ലൈൻഡ്സ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പൊടിയൊക്കെ അടിക്കുമ്പോഴേക്കും നമുക്കും ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബ്ലൈൻഡ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊക്കെ അത് പ്രതിരോധിക്കും, പിന്നെ അത് കഴുകാൻ പറ്റുന്നതാണ്, വാഷബിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അവർ കഴുകിയും കാണിച്ചു തരും, എല്ലാം ചെയ്തു തരും. അപ്പോൾ 300 രൂപയ്ക്ക് സംഭവം ഇട്ട് തരാമെന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? കാണുമ്പോൾ കുറച്ച് സംഭവമല്ലേ ഉള്ളൂ, 300 രൂപയ്ക്ക് ഇട്ട് തരാം, നമുക്ക് ഫിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിക്കും. പക്ഷേ
സ്ക്വയർ ഫീറ്റിനാണ് 300 രൂപ എന്നുള്ള കാര്യം ഇവർ മറച്ചു വെക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അളക്കും. അളന്നപ്പോൾ ഈ അപ്പാപ്പൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അളക്കുന്നത് വെച്ചപ്പോൾ, അല്ല നമ്മൾ ഇട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അളന്നതാണ്. അളന്നു കഴിഞ്ഞിട്ടാണ് ഇവർ മൊത്തം തുക പറയുന്നത്. എല്ലായിടത്തും ഒരേ പാറ്റേൺ ആണ് കേട്ടോ. ചെറിയ തുക പറഞ്ഞു തുടങ്ങും, 300, ചിലയിടത്ത് 3000 പറഞ്ഞു തുടങ്ങും, ചിലയിടത്ത് 600 പറഞ്ഞു തുടങ്ങും. അവസാനം ഇട്ടതിൻ്റെ കണക്ക് വരുമ്പോഴേക്കും 30,000 രൂപ 28,000 രൂപയൊക്കെ ഈടാക്കാൻ നോക്കും. ഈ അപ്പാപ്പന്മാർ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കുമല്ലോ, അവരുടെ പ്രശ്നം ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും ഇട്ടില്ലേ, ഇനി കാശ് കൊടുക്കാമെന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ നാണക്കേട്, ഇവരും ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർ പണിയെടുത്തിട്ട് കാശ് തരുന്നില്ല എന്നൊരു നാണക്കേടൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ തട്ടാനുള്ള പരിപാടിയാണ്. അതേപ്പറ്റി ഞങ്ങൾ തർക്കമായപ്പോഴും മകനെ ഇങ്ങോട്ട് വിളിച്ചു. മകന് CCTV ഇതിനകത്ത് കണ്ട് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞ് പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഗൂഗിൾ പേ ആവെന്നും പറഞ്ഞായിരുന്നു അവർ പറഞ്ഞത്. അന്നേരം അവൻ പറഞ്ഞു ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു നിങ്ങൾ സാധനം ഊരിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഭാഗ്യം കൊണ്ട് അയാളുടെ മകൻ CCTVയുടെ സംഭവം കൊണ്ട്, പുള്ളിക്കാരൻ്റെ മകൻ നാട്ടിലല്ല, പുറത്താണ്, UK-യിലാണ്. പുള്ളിക്കാരൻ CCTVയിൽ ഈ ദൃശ്യം കണ്ടു. അതുകൊണ്ട് ഇയാൾ എന്താ കാര്യം എന്ന് വിളിച്ചന്വേഷിച്ചിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവർ കളിച്ച വേറൊരു കള്ളത്തരമുണ്ട് ഇതിനകത്ത്. ഇവർ ഈ പൈസയുടെ കാര്യം പറഞ്ഞതിന് ശേഷം ഒരാൾ ഫോണിലേക്ക് വിളിക്കും, മകനാണെന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് ആ പൈസ ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുത്തോളൂ എന്ന് പറയും. മൊത്തം ഉടായ്പാണ്. ആദ്യം ഒരാൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി വരുന്നു, പിന്നെ ഒരാൾ അളക്കാൻ വേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് ഒരാൾ ഫോൺ വിളിക്കുന്നു, ഇവരെ കൺവിൻസ് ചെയ്യുന്നു, പൈസ അടിച്ചു മാറ്റുന്നു. ഭാഗ്യത്തിന് ഇയാളുടെ മകൻ ഇത് കണ്ടു, CCTVയുടെ കണ്ടു. അയാൾ വിളിച്ച് ചൂടാകുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് ഞാനത് കാണിക്കുന്നില്ല. അപ്പനോട് ചൂടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത്രയും വലിയ തുകയൊക്കെ എടുത്തിട്ട് ഗൂഗിൾ പേ വഴി ചെയ്ത് കൊടുത്ത് അവസാനം ഇവരെ പിടിച്ചാൽ കിട്ടുമോ? ഇവരത് കഴിഞ്ഞ് മുങ്ങും. ഈ പറയുന്ന ആൾക്കാരെ നമ്മൾക്കാർക്കും അറിയാൻ പാടില്ല. ആദ്യമായിട്ടായിരിക്കും അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവരെവിടെ പോയി ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടാണ്. എന്തായാലും പൈസ പോയില്ല. ഇവർ കുറേ തർക്കിച്ചു. വേറൊരു പുള്ളിക്കാരൻ വന്നു പൈസ തരണമെന്ന് പറഞ്ഞു. അവസാനം പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവർ പോയി. സമാനമായ സംഭവം ഇവരുടെ തൊട്ടടുത്തുള്ള മറ്റൊരു വ്യക്തിക്കുണ്ടായി. അയാളുടെ അടുത്ത് 3500 രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചത്. ബാക്കി അയാൾ പറയുന്നത് കേട്ട് നോക്കാം. അവർ 3600 രൂപയ്ക്ക് കട്ടൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ 100 രൂപ കുറച്ച് 3500 അന്ന് ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് 28,000 രൂപയായി. അപ്പോൾ അത്രയും പൈസ കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. തർക്കമായി. അപ്പോൾ ക്യാഷ് ഇവിടെ ഇല്ല. ക്യാഷ് പിള്ളേർ തന്നിട്ട് പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ ഇത് ഗുഡായിപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അതായത് എങ്ങനെയാണ് ഇവർ ഈ 3600 കണക്ക് പറയുന്നത്? അവർ അളന്ന് നോക്കിച്ച് പറഞ്ഞു 120 അടിയുണ്ട്, അപ്പോൾ 180 രൂപ അടിക്ക്, അപ്പോൾ 3600. ഞാൻ 100 കുറച്ച് 3500 ചെയ്യാൻ പറഞ്ഞു. അത് സമ്മതിച്ച് ചെയ്ത് കഴിഞ്ഞ് പണി തീർന്നപ്പോഴേക്ക് അവരുടെ പുതിയ ഒരു സൂപ്പർവൈസറാണെന്ന് പറഞ്ഞ ഒരാൾ വന്ന് അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങേര് പറയുന്ന 28,000 രൂപയുണ്ടെന്ന്. ഈ 3500 ഒരു പൈസ പോലും അയാൾ വന്നില്ല. ഇല്ല, അയാൾ പമ്മി പുറത്ത് നിന്നിട്ട് പിന്നെ വന്നു. അന്നേരം ഇത് ഇവിടെ മനസ്സിലായി. ഇവരൊരു മാരുതിയുടെ ഈ വലിയ വണ്ടി, ഓമനി പോലുള്ള. അപ്പം തന്നെ അയാൾ വരുന്നു. അല്ല, പണി പൂർത്തി കഴിഞ്ഞ് അയാൾ വരുന്നത്. പണി തീരുവോളും വന്നില്ല. പണി തീർന്നു കഴിഞ്ഞപ്പോൾ വന്നു. വന്നിട്ട് അയാൾ അളന്നിട്ട് തുക അങ്ങ് കൂട്ടി. അതേ സെയിം ആയിരുന്നു ഈ കഴിഞ്ഞ വീട്ടിലും. ഞാൻ ആ വീട്ടിലും പോയി അന്വേഷിച്ചു. ഞാൻ അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. ഇതുവരെയും പൈസയ്ക്ക് വന്നിട്ടില്ല. ചെയ്ത പണിയുടെ കൂലി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആ പൈസ എപ്പോൾ വേണേലും ഏൽപ്പിക്കും. അതിന് കൂടുതൽ കൊടുക്കുകയല്ല. ഈ പുള്ളിക്കാരൻ കുറച്ച് ബോൾഡ് ആയതുകൊണ്ട് ഇയാൾക്ക് കാര്യം മനസ്സിലായി. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തോടെ പൈസ മേടിക്കാൻ ആരും വന്നിട്ടില്ല. 3500 രൂപ വേണ്ട, ഇട്ട കർട്ടനും വേണ്ട, ബ്ലൈൻഡും വേണ്ട, ഒന്നും വേണ്ട. എത്ര പ്ലാൻഡായിട്ടാണ് ഇവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. ആദ്യം ഒരാൾ വരുന്നു, വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നു, പണി നടത്തുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ഈ സംഭവം ഇടണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടിച്ചുറപ്പിച്ച് ഭിത്തിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഇടാനായിട്ട്. ഇനി ഇവർ ഇളക്കിപ്പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ആ ഭിത്തി മൊത്തം വൃത്തിയേടാക്കിയിട്ടായിരിക്കും ഈ സാധനം ഇളക്കിപ്പറിച്ചുകൊണ്ട്. പിന്നെ നമുക്കതൊരു ഇരട്ടിപ്പണിയാണ് അതിനകത്ത് പണി നടത്താനായിട്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇളക്കിപ്പറിച്ച് പോണേലും ഭേദം അതിൻ്റെ ഇരട്ടിപ്പണിയും ഭേദം എന്തായാലും ഈ പൈസ അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിക്കും. ചില ആളുകൾ നേരത്തെ പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. ഒരാളിപ്പോൾ പണി നടത്തുന്നു, പണി നടത്തിയതിന് ശേഷം അളക്കണ സമയമ്പോൾ വേറെ ആൾ വരും. അടുത്തൊരാൾ വന്ന് ഞാൻ മാനേജറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും, സൂപ്പർവൈസറാണെന്ന് പരിചയപ്പെടുത്തും. എന്നിട്ട് ഇവർ അളക്കും. അളന്നതിന് ശേഷം ബില്ല് കൊടുക്കുകയാണ്. ഇത് 28,000 രൂപയെന്ന്. 300 രൂപ എന്ന് പറയാൻ തുടങ്ങി 28,000, 3500 എന്ന് പറഞ്ഞ് 28,000. ഇവർക്കറിയാം പ്രത്യേകിച്ച് ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ചൊക്കെ വലിയ പിടുത്തമില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് പൈസ ഇടിയിപ്പിക്കും. ഇനി ഇവർ കൺവിൻസ് ആയില്ലെങ്കിലോ വേറൊരാൾ കള്ള ഫോൺ വിളിക്കുകയാണ്, മകനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇവർ ഈ പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മക്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, മോൻ്റെ പേരെന്താണ്,
അതുപോലുള്ള ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിവരം വേറെ ഒക്കെ പറഞ്ഞു കൊടുക്കും. അയാൾ അവിടെ നിന്ന് വിളിക്കും, ഞാൻ UK നിന്ന് മോനാണ് വിളിക്കുന്നത്. ഇവർ ഈ പൈസ എടുത്ത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് പണം പോയി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ഇവർ പറ്റിക്കലാണെന്നുള്ളത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ തുകയ്ക്ക് നമ്മൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർക്കിതെങ്ങനെ തരാൻ പറ്റുന്നു. ഇവർക്ക് ഈ കൂടുതൽ പൈസ തരണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇത് ഉഡായിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി തരാമെന്ന് പറയുന്ന പണം അത് എന്തെങ്കിലും ഉഡായിപ്പിലൂടെ ഉണ്ടാക്കുന്ന പൈസയാണ്. ആരെങ്കിലും പറ്റിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ കൂടുതൽ പൈസ ഒന്നും അവർക്ക് തരാൻ കഴിയില്ല. അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരിതേപോലെ ഉഡായിപ്പ് കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്, അപ്പാപ്പം പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വാദിച്ച നാട്ടുകാരും വിചാരിക്കുവേ, ചിലപ്പോൾ ഈ അപ്പാപ്പന് ചെവിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കും വ്യക്തമായിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും പറ്റിയതെന്ന് വിചാരിച്ച് നാട്ടുകാരും ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ മകനായാലും ഈ രണ്ടാമത് പറഞ്ഞ അപ്പാപ്പനായാലും കുറച്ച് തന്ത്രപൂർവ്വം ഇടപെട്ടതുകൊണ്ട് പറ്റിക്കപ്പെട്ടില്ല. പക്ഷേ തീർച്ചയായും എനിക്ക് ഉറപ്പാണ് പല വീടുകളിലും ഇതുപോലെ ആളുകൾ കയറി വരുന്നുണ്ട്. കർട്ടൻ ഇട്ട് തരാം, അല്ലെങ്കിൽ കാർപ്പറ്റ് വിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പലരും വീട്ടിൽ കയറി വരും. സൂക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടും അറിയാവുന്നവരോടൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.